അമേരിക്കയുടെ അന്തർവാഹിനിക്ക് ഒരു അക്കിടി പറ്റിയെന്ന് പറയണ്ടായിരുന്നു സുനിലേട്ടൻ, എന്താണത്? അക്കിടിയല്ല, ഇപ്പോൾ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ, ലോക ആഗോള രാഷ്ട്രീയത്തിൽ, പൊളിറ്റിക്സ് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിലല്ല പറയുന്നത്, ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഈ രാജ്യങ്ങളുടെ ബലാബലത്തിലും ശാക്തിക ചേരികളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നൊരു മാറ്റം ഉണ്ടല്ലോ. ഈ മാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഉദാഹരണം ലോകത്തിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് അമേരിക്കൻ അന്തർവാഹിനിയായ സബ്മറൈനാണ്, കടലടി കൂടെ പോകുന്നതാണല്ലോ അന്തർവാഹിനി, അറിയാലോ. അത് USS ഡെലാവെയർ എന്ന് പറഞ്ഞ അന്തർവാഹിനി. അതിങ്ങനെ കടലിനടിയിലൂടെ പോവുകയായിരുന്നു. കടലിനടിയിലൂടെ പോയിട്ട് നോർവേക്കടുത്തെത്തി. അപ്പോൾ അതിൻ്റെ ബാക്കപ്പ് ഫ്യൂവൽ എഞ്ചിൻ വേണ്ടിയിട്ട് ഫ്യൂവൽ അടിക്കണം. അത് എനിക്കൊന്ന് ന്യൂക്ലിയർ അന്തർവാഹിനിയാണെന്ന് തോന്നുന്നു, പക്ഷേ എൻ്റെ ബാക്കപ്പ് ഫ്യൂവൽ എഞ്ചിൻ അതിനെ അടിക്കണം എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് അവർ നോർവ സർക്കാരിനെ വിളിച്ചു. ഞങ്ങളുടെ അന്തർവാഹിനി USS ഡെലാവെയർ വരുന്നുണ്ട്, ഞങ്ങൾക്കിതിന് ബാക്കപ്പ് ഫ്യൂവൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നാറ്റോ എന്ന് പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതാണ് നാറ്റോ. അമേരിക്കയാണ് എൻ്റെ തലവൻ. അമേരിക്കയും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന 30ഓളം രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സൈനിക സഖ്യമാണ് നാറ്റോ. ഈ നാറ്റോയിൽ നോർവേ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞാൽ, നാറ്റോയിൽപ്പെട്ട ഏതെങ്കിലും രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് അവനെ ആക്രമിക്കും. അമേരിക്കയാണ് ഇതിൻ്റെ പ്രധാനം. തടിമാടനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഈ കോൾഡ് വാറൊക്കെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനെ നേരിടാൻ വേണ്ടി, സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്ത് കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സോവിയറ്റ് യൂണിയനും പക്ഷത്തും ഒരു 10-25 രാജ്യങ്ങളുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയനെ തൊട്ടാൽ അവരെല്ലാം ഒരുമിച്ച് വരും. അതുകൊണ്ട് അമേരിക്ക എന്ത് പറ്റി, നാറ്റോ ഉണ്ടാക്കി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഉണ്ടാക്കി സോവിയറ്റ് യൂണിയനോട് മത്സരിക്കാൻ നിന്നു. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നമുക്ക് 2 വള്ളത്തിലും കാലി ചവിട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യിച്ചു, ചേരിചേരാ നയം. 2 ചേരിലും ഇല്ല, ഇടതു ചേരിലും ഇല്ല, വലതു ചേരിയിലില്ല, ഞങ്ങൾ സ്വതന്ത്രം എന്ന് പറഞ്ഞു ചേരിചേരാ രാജ്യങ്ങളുടെ ഒരു സഖ്യമുണ്ടായി. അങ്ങനെ 3 വലിയ രാഷ്ട്രീയ സഖ്യങ്ങൾ ലോകത്തുണ്ടായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ തകർന്നു. അതുകൂടി റഷ്യ ഒറ്റയ്ക്കായി. റഷ്യയുടെ കൂടെ ഇപ്പോൾ ബലാറസ് കാണും, അല്ലെങ്കിൽ കിമ്മിൻ്റെ കൊറിയ കാണും. അങ്ങനെ വളരെ ചുരുക്കം ചില രാജ്യങ്ങളേ ഉള്ളൂ. പിന്നെ റഷ്യയുടെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന വിഘടിച്ചു പോയ ചില സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ ചിലരും ഉണ്ട് റഷ്യയുടെ കൂടെ. പക്ഷേ റഷ്യക്ക് പുറത്ത് ഞങ്ങളുടെ കൂടെ ആരും ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലടേ, ഞങ്ങൾ തന്നെ മതി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന ലൈനിലാണ് പുടിൻ നിൽക്കുന്നത്. അത് നമുക്ക് വേറൊന്നും സംസാരിക്കേണ്ടതാണ്. കാരണം പുടിൻ എന്ന് പറയുന്ന നേതാവ് ലോകത്ത് അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ നിന്നിട്ടും പോടാ എന്ന് പറഞ്ഞിട്ട് പോയി ഉക്രൈൻ കയറി അടിയും കൊടുത്തു. 3 വർഷമായി യുദ്ധം ചെയ്യുക. അപ്പോൾ 3 വർഷമായിട്ടും റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കും. റഷ്യ വളരെ മിനിമം ഫോഴ്സേ ഉപയോഗിക്കുന്നുള്ളൂ. അവിടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യണമെന്നൊന്നും പുടിൻ ആഗ്രഹമില്ല. പരമാവധി മരണസംഖ്യ കുറച്ച് വളരെ മിനിമം ആയുധങ്ങൾ ഉപയോഗിച്ച് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പട്ടാളക്കാരെ വിടാതെ കൂലിപ്പട്ടാളത്തെ വിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാം എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം റഷ്യയ്ക്ക് വേണം ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈനെ തീർത്ത് കളയാം. അതിനുള്ള ശേഷി റഷ്യക്കുണ്ട്. പക്ഷേ റഷ്യ എന്ത് ചെയ്യുന്നു, പരമാവധി ഉക്രൈൻകാർ മരിക്കണ്ട, എനിക്ക് ഇവിടുത്തെ കര മതി, ലാൻഡ് പിടിച്ചെടുക്കുക എന്ന തരത്തിലാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ എതിർത്തിട്ടും പോടാ എൻ്റെ കാര്യം ഞാൻ നോക്കും, നീ പോയി താരത്തിൽ കളിക്കടാന്ന് പറഞ്ഞാണ് പുടിൻ നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പം റഷ്യക്കെതിരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, സോവിയറ്റ് യൂണിയനെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന നാറ്റോയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന് ആര് പറയുന്നുണ്ട്, ട്രംപ് പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നാറ്റോയിൽപ്പെട്ട രാജ്യമാണ് ആര്, നോർവേക്ക് ഒരു ആവശ്യം വന്നാൽ നാറ്റോ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് സഹായിക്കേണ്ടതാരാണ്, അമേരിക്കയെ ഉൾപ്പെടെ ബാക്കിയുള്ളവർ സഹായിക്കണം. അപ്പോൾ അമേരിക്കൻ അന്തർവാഹിനി അങ്ങോട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് എണ്ണ അടിച്ച് തരാൻ വന്നപ്പോൾ നോർവേ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. നോർവേ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അത് ട്രംപിനോട് പറഞ്ഞു. ട്രംപിൻ്റെ അന്തർവാഹിനിയോട് പറഞ്ഞാൽ ട്രംപിനോട് പറയുന്നവരാണ്. ഇതാണ് ഇപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. ഈ മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നാറ്റോ ഒന്നും ഇനി വേണ്ട, നാറ്റോ വേണ്ടെന്ന് ട്രംപ് പറയാനുള്ള കാരണം എന്നറിയാമോ? നാറ്റോയ്ക്ക് വേണ്ടി ഒരു വർഷം അമേരിക്ക ചെലവഴിക്കുന്നത് $860 ബില്യൺ. $860 ബില്യൺ ഒരു വർഷം നാറ്റോയ്ക്ക് വേണ്ടി അമേരിക്ക ചെലവഴിക്കുന്നു. ഫ്രാൻസ് നാറ്റോയിലുള്ള മറ്റ് രാജ്യങ്ങൾ എത്ര ചെലവഴിക്കുന്നു എന്നറിയാമോ? 56 ബില്യൺ. ജർമ്മനി 68.18 ബില്യൺ. കാനഡ 29 ബില്യൺ. ബ്രിട്ടൻ UK 65.8 ബില്യൺ. നെതർലാൻഡ്സ് 16.7 ബില്യൺ. ഡെൻമാർക്ക് 6.8. ബെൽജിയം 7.1. പോളണ്ട് 29.1. നോർവേ 8.8 ബില്യനാണ് ഈ നാറ്റോയിൽ നിൽക്കുന്നതിന് വേണ്ടി ചിലവാക്കുന്നത്. അമേരിക്ക അതിൻ്റെ 100 ഇരട്ടി. തുർക്കി 15.8. ഗ്രീസ് 7.1 ബില്യൺ. ഇതെല്ലാം ബില്യനാണ്. ഇറ്റലി 31 ബില്യൺ.
സ്പെയിൻ 19.28 ബില്യൺ, റൊമാനിയ 8.5 ബില്യൺ, ഫിൻലാൻഡ് 7.3 ബില്യൺ. അപ്പോൾ അമേരിക്ക ചെലവഴിക്കുന്നതിൻ്റെ 100% തുക പോലും നാറ്റോയിൽ അംഗങ്ങളായ മറ്റ് രാജ്യങ്ങൾ ചെലവഴിക്കുന്നില്ല. അപ്പോൾ അമേരിക്ക നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുക. പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയ കമ്പനി നമുക്ക് എന്ത് വേണ്ട സഹായം തരും, പണം തരും എന്നാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ മാസം തോറും പ്രീമിയം അടയ്ക്കണം. നാറ്റോ എന്ന് പറയുന്നത്, ട്രംപ് ഇപ്പോൾ പറയുകയാണ്, നാറ്റോ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആപത്ത് വന്നാൽ ഞാൻ സഹായിക്കാൻ പറ്റും. നിങ്ങൾ എവിടെ പ്രീമിയം അടയ്ക്കുന്നു? നിങ്ങളുടെ പ്രീമിയം നക്കാപ്പിച്ചിയ. എനിക്ക് വേണ്ടേ നിൻ്റെ $7 ബില്യൺ, ഞാൻ $800 ബില്യൺ ചിലവാക്കുന്നുണ്ട്. അപ്പം നിന്നെ എന്തിനാണ് ഞാൻ സഹായിക്കുന്നത്? എനിക്ക് പണ്ടൊന്നും വേണ്ട, എൻ്റെ കാര്യം നോക്കാനറിയാം, നീയൊക്കെ പോയി ചാവടെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിന് റഷ്യയുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും ഉണ്ട്. അമേരിക്ക ഇല്ലെങ്കിൽ പുടിൻ കയറി മാന്തും. ഇപ്പോൾ ചെയ്യാത്ത എന്താണ്? ഈ നാറ്റോ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് അമേരിക്ക ഇടപെടുന്നുള്ളതാണ്. എനിക്ക് സൗകര്യമില്ല. $860 ബില്യൺ എന്നിട്ട് നീയൊക്കെ ഇങ്ങനെ നിൽക്കുക. അത് എൻ്റെ ഒരു കപ്പൽ വരുമ്പോൾ നീ എണ്ണ പോലും കൊടുക്കില്ല. നിന്നെ എന്നാ പിണ്ണാക്കിനാടാ ഞാൻ സഹായിക്കുന്നത് ട്രംപ് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ നാറ്റോ പൊളിയാണ്. IMF പൊളിയാൻ പോകുന്നു, UN പൊളിയാൻ പോകുന്നു, നാറ്റോ പൊളിയുന്നു. എന്നിട്ട് ട്രംപ് എന്ത് ചെയ്യുന്നു? പുട്ടിനുമായിട്ട് ചായ കുടിക്കാൻ പോകുന്നു. പുട്ടിന് റഷ്യക്ക് കൊടുത്തിരിക്കുന്ന ഉപരോധം മാറ്റുന്നു. ഞങ്ങൾ കൂട്ടുകൂടാൻ പോകാമെന്ന് പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ലോകം വല്ലാതെ മാറുകയാണ്. ഇപ്പോൾ ഇതൊരു വലിയ ഗ്യാപ്പായേ. അപ്പോൾ ഈ ട്രംപിൻ്റെ സഹായം ഇനി കിട്ടത്തില്ല. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ ട്രംപ് ചേട്ടൻ്റെ സഹായമൊന്നും കിട്ടത്തില്ല, നമ്മളെങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ 2 രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ പവറുള്ളൂ, ആണവശേഷിയുള്ളൂ. അമേരിക്കയുടെ ബലം എന്ന് പറയുന്നത് അമേരിക്കയുടെ ആണവശേഷിയാണ്. റഷ്യയ്ക്കും ഇത് തന്നെ ആണവായുധങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരെ എല്ലാവരും ഭയപ്പെടുന്നത്. ആയിരക്കണക്കിന് വാർഹെഡ്സ് ഉണ്ട് അവർക്ക്, ആണവ ആയുധങ്ങളുണ്ട്. അപ്പോൾ അപ്പം ബ്രിട്ടനുണ്ട്, ഫ്രാൻസിനുണ്ട്. ബ്രിട്ടൻ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല, കാക്കാന്മാർ കൊണ്ടുപോയി മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടൻ ഇപ്പോൾ 17 മേയർമാർ പാകിസ്ഥാൻ വംശജരായ മുസ്ലിങ്ങളാണ് UK-യിലെ 17 മേയർമാർ. അപ്പോൾ അങ്ങനെ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അവിടെ രക്ഷയില്ല, ബ്രിട്ടീഷുകാർക്ക് ജീവിക്കാൻ രക്ഷയില്ല. കുത്തുവാളയെടുത്ത് ഗതികെട്ട് നിൽക്കുകയാണ് UK. പിന്നെയുള്ളത് ഫ്രാൻസാണ്. അപ്പോൾ ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോണാണ് ഫ്രഞ്ച് പ്രസിഡന്റ്. മാക്രോണ് തോന്നിയാണ് ഒരു കാര്യം ചെയ്യാലോ, എനിക്ക് ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ ബാക്കിയുള്ള ഈ അത്തപ്പാവി പാർട്ടി ഉണ്ടല്ലോ 10-30 ഈ നാറ്റോയിലൊക്കെ ഉള്ള ഇവന്മാരിൽ നിന്നും ഒരു വിണ്ണാക്കുമില്ല. അപ്പം ഞാൻ വന്നിട്ടൊരു കൊട നിവർത്തുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാനാണ്. ഞാൻ എൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ചിട്ടൊരു ന്യൂക്ലിയർ അംബ്രല്ല ഉണ്ടാക്കാം, നിങ്ങളെയൊക്കെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്നലെ ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ പറഞ്ഞു, ഞാൻ ന്യൂക്ലിയർ പവറാണ്, അതുകൊണ്ട് ഞാനൊരു ന്യൂക്ലിയർ അംബ്രല്ല ഉണ്ടാക്കി യൂറോപ്പിലെ രാജ്യങ്ങളെയൊക്കെ സംരക്ഷിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോൾ ഉടനെ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു, ഇയാൾ ആര്? മാക്രോണാണ്. അയാൾ മാക്രോണൊന്നുമില്ല, മൈക്രോൺ അടിച്ചവൻ്റെ അടപ്പല്ലി ഞാൻ കളയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വല്ലാത്ത പ്രശ്നമാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്താ പറഞ്ഞത്? ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളും യുദ്ധം എന്നുള്ളത് പുസ്തകത്തിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഈ പുസ്തകത്തിൽ മാത്രം വായിച്ച് യുദ്ധം ഉണ്ടാക്കിയവന്മാർ 20,000 പേരുടെ സേന ഉണ്ടാക്കി റഷ്യക്കെതിരെ പോകുന്നത്, അതൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞു. അതുകൂടാതെ ട്രംപിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഒരു സഹായിക്കാൻ പോവാണ്, യുക്രൈനെ സഹായിക്കാൻ പോവാണ് ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് ചോദിച്ചു, സഹായിക്കുമോ? ഒറ്റയ്ക്ക് സഹായിക്കുമോ എന്ന് ചോദിച്ചു. അവിടെ അല്ല, ഒറ്റയ്ക്കല്ല, ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ വല്ലാതെ ജിയോ പൊളിറ്റിക്സ് വലിയ മാറ്റം വരുവാണ്. അപ്പം നാറ്റോ എന്ന് പറയുന്ന രാജ്യം, ഒരു സഖ്യം ഇനി വേണ്ട എന്ന് ആര് തീരുമാനിക്കുന്നു? ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അപ്പം ഈ റഷ്യ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് നേരെ ഒരുപാട് പേര് ഞങ്ങളെ മാന്താൻ വന്നിട്ടുണ്ട്. നെപ്പോളിയൻ വന്നിട്ടുണ്ട്, ഹിറ്റ്ലർ വന്നിട്ടുണ്ട്, വന്നവർക്കെല്ലാം എന്ത് പറ്റിയെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ എന്നിട്ട് മനസ്സിൽ പറയുന്നത്, എടാ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ലടേ, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ആരുണ്ട്? അമേരിക്കയുണ്ട്. അപ്പോൾ റഷ്യ പറയാണ്, എൻ്റെ കൂടെ ഇനി അമേരിക്കയുണ്ട്. അമേരിക്ക പറയുന്നത് നാറ്റോ ഒക്കെ പോടെ. ട്രംപ് പറയുന്നത് എൻ്റെ കൂടെ റഷ്യയുണ്ട്. അപ്പോൾ ലോകത്ത് അപകടകരമായോ അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഇക്വേഷൻ്റെ കൊണ്ടുവരാണ്. അമേരിക്കയ്ക്ക് ഇനി റഷ്യയുണ്ട്, റഷ്യക്ക് ഇനി അമേരിക്കയ്ക്കുണ്ട്, നമുക്കിനി ആരുണ്ട്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.